ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നൊക്കെ മനസ്സിലായിരുന്നോ? അപ്പോൾ ഇതാണ് കേട്ടോ നീലാമരി. അപ്പോൾ ഇത് നമ്മൾ ഇതവിടെ വിത്ത് പാവിയിട്ട് കുറേ തൈകൾ ഇങ്ങനെ മുളച്ചുണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ, ഇത് നമുക്ക് തലയിലൊക്കെ തേക്കാൻ നല്ലതാണ്. എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ നീലാമരിയുടെ എണ്ണയൊക്കെ തേക്കുന്നത് നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഈ നമുക്ക് തലമുടി നന്നായിട്ട് ഇപ്പോൾ നരയ്ക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ധാരാളം പൈസ ചിലവാക്കിയിട്ട് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡൈ ചെയ്യണ ഷാമ്പൂ ഒക്കെ വാങ്ങിയിട്ട് കുറേ പൈസ ചിലവാക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലവാക്കാതെ തന്നെ നമുക്ക് ഈ ഒരു നീലാമരിയുടെ ഇല വെച്ചിട്ട് നമുക്കത് നരപ്പ് മാറ്റാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ നീലാമരിയുടെ ഇല ഉണ്ടല്ലോ, ഊരിയെടുത്തിട്ട് ഒന്നുകിൽ നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് ഒരു തലയിൽ ഇങ്ങനെ ആ നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒരു 1-2 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ നീലാമരിയുടെ ഇല അരച്ചിട്ട് കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ നീലാമരിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഞ്ഞുണ്ണി ഉണ്ടല്ലോ, കഞ്ഞുണ്ണിയുടെ ഇല അല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇലയും പിന്നെ കുരുന്തോട്ട ഇലയും എല്ലാം കൂടി നന്നായിട്ട് അരച്ച ശേഷം കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം തല കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയത്തെ ആ നരപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. ഇത് തേക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയോളം നമ്മൾ നീണ്ട് തേക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ തലയിൽ നരപ്പുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നീലാമരിയുടെ ഇല പൊടിച്ചിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. നമുക്കെന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് താളി പോലെ തേക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നവർക്കും വേണമെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞുണ്ണിയുടെ ഇലയും കുരുന്തോട്ടിയും കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ കുരുന്തോട്ടി. അപ്പോൾ ഇതും നല്ല നരം മാറ്റാനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്കിത് അരച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കറുത്ത ഒരു കളർ വരും കേട്ടോ താളി. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ കയ്യോന്നി ആയാലും അതെ, അത് അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളറൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി. അപ്പോൾ ഇതിൻ്റെ തല ഞാൻ പൊട്ടിച്ചെടുത്തിരിക്കാം കേട്ടോ. അപ്പം മോൾക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ താളി പോലെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ കയ്യോന്നിയുടെ ഇലയും പിന്നെ ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ പാടെ അരച്ചിട്ട്, ഇത് നരയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാറുണ്ട്. ഡെയിലി പറഞ്ഞാൽ ആഴ്ചയിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ തല പൊട്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നീലാമരിയുടെ ഇല നമുക്ക് നീലാമരിയുടെ ഇലയും പിന്നെ കയ്യോന്നിയുടെ ഇലയും വേണമെങ്കിൽ ചെമ്പരത്തിയുടെ മുട്ടൊക്കെ കൂട്ടിയിട്ട് പിന്നെ കുരുന്തോട്ടയുടെ ഇലയൊക്കെ പാടെ നമുക്ക് എണ്ണ കാച്ചിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. എണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചിയിട്ട് വേണമെന്നില്ല, ഇത് വേണമെങ്കിൽ നമുക്ക് നീലാമരി ഒറ്റയ്ക്ക് വേണമെങ്കിൽ വെറും വെളിച്ചെണ്ണയിൽ ഇത് ഇല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നീല കളർ എണ്ണ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ എല്ലാം നേരത്തെ പറഞ്ഞ ഇലയും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് അത് നമുക്ക് എണ്ണ കാച്ചിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ കണ്ടവർക്കൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.